ഷീനിവാസന്റെ കരിയറിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് മൂവി ആയിരിക്കും പുള്ളിയുടെ കരം എന്നുള്ള സിനിമ. ഇതിലെ ഏറ്റവും വലിയ നെഗറ്റീവായി തോന്നിയത് എനിക്ക് നായകൻ തന്നെയാണ്, നോബിൾ. പുള്ളീനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തൊട്ടുള്ള ഒരു നിർവികാരതയുണ്ട്, നമുക്കൊന്നും പേഴ്സണലി കണക്റ്റ് ആകാതെ പുള്ളിയുടെ ആക്ടിങ് അത്രയ്ക്ക് സുഖമില്ലാത്തതായിരുന്നു. സോ അത് ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു യങ് ആക്ടർ ആരെങ്കിലും ആണെങ്കിൽ ഒരുപക്ഷെ വാച്ചബിൾ സ്റ്റാറ്റസ് എങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടിയാണ്. ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്, നായകനൊരു എക്സ് മിലിറ്ററി ഓഫീസറാണ്. പുള്ളി വെക്കേഷന് ഫാമിലിയായിട്ട് പോകുന്ന സമയത്താണ് തൻ്റെ എക്സ് ലവർ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് പെട്ടുപോയ കാര്യം അറിയുന്നത്. അപ്പോൾ അവളെ രക്ഷിക്കാൻ ഇറങ്ങുന്നു, വില്ലന്മാർ പുറകെ എത്തുന്നു. ഇങ്ങനെ കുറച്ച് കാര്യമാണ് ഈ സിനിമ പറയുന്നത്. ആക്ച്വലി അത് ഞാൻ പറഞ്ഞ പോലെ നല്ല ആക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നല്ല ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ നല്ല അറിയുള്ള ആളാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആദ്യ സീന് പുള്ളിയെ കാണിക്കുമ്പോൾ തൊട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. പിന്നെ ക്ലൈമാക്സിലൊക്കെ ഒരു സീൻ വെച്ചിട്ടുണ്ട് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട്, അതും കളമായി. എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അത് വെച്ച് ചെയ്തതായിരിക്കും. ബട്ട് ഇതൊരു അത്രയ്ക്ക് പുള്ളിയുടെ വീക്കസ്റ്റ് തന്നെയാണ്. ഒരു രീതിയിൽ നമ്മളെ ഇമ്പ്രസ് ചെയ്യാത്തൊരു സിനിമയാണ് കരം എന്നുള്ള സിനിമ. ഏകദേശം പ്ലോട്ട് വൈസ് നോക്കുകയാണെങ്കിൽ തിരയുടെ തന്നെ വേറൊരു വേർഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് സാധാരണ ഇവിടെയാണെങ്കിൽ അത് വിദേശത്ത് സെറ്റ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഈ സിനിമയ്ക്ക് പറയാനുള്ളത്. പിന്നെ BGM ഒക്കെ ആണെങ്കിൽ തിരയുടെ പോലെ തന്നെയാണ്. ടൈറ്റിൽ സോങ് അടക്കം നമുക്ക് തിരനെ ഓർമ്മപ്പെടുത്തുന്ന പോലെയാണ്. തിരയാണുള്ളതിന് മുമ്പ് ത്രില്ലർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു പടം വേണം പറഞ്ഞപ്പോൾ ഹരിസുരേഷ് പറഞ്ഞ പോലെ എന്തിനാ അത് പോലത്തെ ഒരെണ്ണം അതെന്നെ അടിച്ച് തരുന്ന, ഞാൻ പറഞ്ഞ പോലെ ആളുടെ തന്നെ സാധനം പിന്നെ ആളെടുത്ത് വെച്ചിട്ടുണ്ട്. സോ വാച്ച് ഇറ്റ് ഓൺ യുവർ റിസ്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ റിസ്കിൽ ഈ സിനിമ കാണാം. സിനിമ OTT കിടപ്പുണ്ട്, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം.